ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയാൻ പുഴമീനിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മളെ പുഴയിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് കേട്ടോ. നമ്മളെ പുഴയിൽ നിന്ന് നമ്മളെ ഫ്രണ്ടിൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പുഴ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിൽ ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് കേട്ടോ അത്. അരെ ചൂണ്ട ഇടണമൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിലും വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിരുന്നു. ചൂണ്ടേൻ്റെയും ചൂണ്ട കെട്ടണതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിടിച്ച മീനാണ്. ഇതിനൊക്കെ പല സ്ഥലത്ത് പല പേരായിരിക്കും കേട്ടോ പറയുക. ഇതിന് നമ്മളെ പാമ്പിനെ പോലെ ഉണ്ട്. അതിനെ തൊടുമ്പോൾ തന്നെ പേടിയാകുണ്ടായിട്ടോ. ഞാൻ അങ്ങനെ തൊടുകയില്ല. ഇത് ഞാൻ കഴിക്കൂല കേട്ടോ. അവർ അച്ഛനും മക്കൾ മാത്രമാണ് മീൻ കഴിക്കുള്ളൂ. ഇത് മുഷു എന്ന് പറയും ഞങ്ങളിവിടെ. ആ ചുവന്ന വെള്ള കളറിൽ കാണുന്നുണ്ട്. അത് മുഷു എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലുതൊക്കെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ വെള്ളം ഒഴുക്കൊക്കെ ആയിട്ട് പായി വരുന്നുള്ളൂ മീൻ. അന്നേരം മുഷുവിന് ഭയങ്കര കൊമ്പുണ്ട് കേട്ടോ. ആ കൊമ്പ് വെച്ച് നല്ല കുത്തൽ കുത്തും കേട്ടോ. ചോര വരും അതിൻ്റെ കുത്തലിന്. പിന്നെ മറ്റേതിനെ പാമ്പ് ആ മീനിൻ്റെ പേരെന്തായിരുന്നു? ആ പാമ്പ് മീനിൻ്റെ പേരെന്തിനാ? ആരൽ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. എനിക്ക് അതിൻ്റെ പേര് എപ്പോഴും കിട്ടില്ല കേട്ടോ. അത് നോക്കുന്നുണ്ടോ? ചത്തിട്ടില്ല, ജീവനുണ്ട് കണ്ടോ. വായി തുറക്കണുണ്ടോ? ശ്വാസം വിടുന്നൊക്കെ കാണുന്നുണ്ട് കറക്റ്റായിട്ട്. അത് രാത്രി ഒരു 8-8:30 മണിയായിട്ടോ അവർ പിടിച്ചിട്ടെല്ലാം വരുമ്പോൾ കുഞ്ഞാപ്പ് കൊണ്ട് നോക്കണം. കുഞ്ഞാപ്പിന് ഇങ്ങനെ തൊടണമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ കാണാനൊക്കെ. വലയിലൊക്കെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവളിങ്ങനെ പോയി എടുക്കും അതിൻ്റെ അകത്തുനിന്ന്. കണ്ടോ ശ്വാസം കണ്ടോ? ചത്തിട്ടില്ല കേട്ടോ. കണ്ടോ അതിൻ്റെ കൊമ്പ് കണ്ടോ? ആ കൊമ്പ് വെച്ച് നല്ല കുത്തൽ കുത്തു കേട്ടോ. അതിൻ്റെ വലുതെല്ലാം കൊണ്ടല്ലുണ്ട്. ഇപ്പോൾ ചെറുതാണ്, ഇത് ആയിട്ടില്ല, മീനാകുന്നേ ഉള്ളൂ കേട്ടോ. ഒഴുക്കിലായതുകൊണ്ട് എല്ലാം ഒഴുകി പോയിട്ടുണ്ടാവും. അതിൽ ഒഴുക്ക് ഇപ്പോൾ കുറഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വന്നിട്ടുണ്ടാവും. ഇത് കണ്ടോ ശരിക്കും പാമ്പിനെ പോലെ ഉണ്ടാവും കാണാൻ കേട്ടോ. കണ്ടോ ശരിക്കും കണ്ടോ? ആരലെന്നാണ് പറയുക. ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുകയെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അന്നേരം നിങ്ങളുടെ നാട്ടിലും ഇത് പരലാണ് കേട്ടോ. പരലൊക്കെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. അവിടെ വല നിറച്ച് പരലുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒഴുക്ക് പെട്ടിട്ട് എല്ലാം പോയതാണ് കേട്ടോ. അന്നേരം നിങ്ങളുടെ നാട്ടിൽ ഈ മീനിനൊക്കെ എന്തൊക്കെയാണ് പറയാമെന്നൊക്കെ എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. പല നാട്ടിൽ പലതായിരിക്കും പറയും കേട്ടോ. മണ്ണിലിട്ട് എന്താ വെച്ചാൽ ജീവൻ ഉണ്ടാവും. ജീവൻ പോട്ടെ കണ്ടിട്ട് മണ്ണിലിട്ടാണ് കേട്ടോ. അതിനുണ്ടോ ഇത്രയും മീനാ ചൂണ്ടിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അന്നേരം ഇതിനിപ്പോൾ പൊരിക്കണം. മൂപ്പരനെ നന്നാക്കി തരുമല്ലോ ചെയ്യും കേട്ടോ. രാത്രിയാണ്ട് ഞാൻ മീൻ നന്നാക്കൽ എനിക്ക് ഈ പുഴമീൻ അങ്ങനെ നന്നാക്കി ശീലം എനിക്കില്ല. മൂപ്പരനെ നന്നാക്കി തരലാണ്. നന്നാക്കി തന്നാൽ ഞാൻ വറുത്ത് കൊടുക്കും, അത്ര തന്നെ കേട്ടോ. ഇത് എത്ര ചെറിയ മീനാണെങ്കിലും എത്ര തോന മീനുണ്ടെങ്കിലും മൂപ്പർ ഇരുന്ന് എത്ര മണി വരെ വേണമെങ്കിലും നന്നാക്കൂട്ടോ. അന്നേരം നമ്മളോട് കുറച്ച് ഒരു ചേച്ചി പറഞ്ഞായിരുന്നു നമ്മളെപ്പറ്റി ഒന്നും അറിയണില്ല, ഒന്ന് പറയണം വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം എൻ്റെ പേര് പ്രവീണ എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ശ്യാംകുമാർ എന്നാണ്. എനിക്ക് 3 മക്കളുണ്ട് കേട്ടോ. മൂത്ത ആൾ സനുഷയാണ്, 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ ആൾ സഞ്ജന, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ ആൾ കുഞ്ഞാപ്പൂ പറയും കേട്ടോ. ഫേമസ് ആണ് കുഞ്ഞാപ്പൂ. സാന്തിക എന്നാണ് പേര്. അവൾക്ക് 3 വയസ്സായിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡിന് പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ് കേട്ടോ. ചേച്ചി എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എവിടെയും പോകണമെന്നില്ല, ഹൗസ് വൈഫാണ്, വീട്ടിൽ തന്നെയാണ്. ചേച്ചി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അന്നേരം ചേച്ചിക്ക് ഞങ്ങളെപ്പറ്റി വേറെ ഡീറ്റെയിൽ ഒന്നും അറിയില്ലാത്തതുകൊണ്ടാണ് ചേച്ചി ചോദിച്ചത് കേട്ടോ. എൻ്റെ കോലം കണ്ടിട്ടൊന്നും ആരും പേടിക്കണ്ട. കാതിലും കഴുത്തിലൊന്നും ഇല്ലാണ്ട് പിച്ചക്കത്തിനെ പോലെ ഇട്ട് നിൽക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം നമ്മളത് പിന്നെ കളർ പോകുന്ന ഓർണമെൻറ്റ്സ് ആയതുകൊണ്ട് രാത്രി കിടക്കാതെടുത്ത് മുഴുവനായിട്ട് ഊരി വയ്ക്കും. അന്നേരം ഇതാ മുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും. പിന്നെ പുഴമീനാകുമ്പോൾ ലേശം ഉപ്പ് ലേശം കൂടുതലിടണം കേട്ടോ. നമ്മൾ സാധാ മീൻ പൊരിക്കുന്നതിനേക്കാൾ ലേശം ഉപ്പ് കുറച്ച് കൂടുതലിടണം. എന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക എന്നാണ് പറയുക. ഞാൻ തിന്നാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഇവർ പറയും പോലെ ഞാൻ ചെയ്യുകയാണ് കേട്ടോ. നേരെ പാനൊക്കെ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ട് ഈ മീൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഈ മീനിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ മീൻ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോട്ടെ, എണ്ണ ചൂടാവട്ടെ, കണ്ടോളൂ കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, കണ്ടോക്കിട്ടോ എന്താ മീൻ സംഭവിക്കുന്നതെന്ന്. ഇത് അറിയുന്നവർക്കറിയാം. ഇങ്ങനെ പിടിച്ചപാടന്നെ മീൻ വറുത്തവർക്ക് അറിയാൻ പറ്റൂ കേട്ടോ. മീൻ കണ്ടോ, മീൻ നമ്മളെ ചട്ടി ചൂടാകുമ്പില്ല, അതിൻ്റെ അകത്ത് കടന്ന് ഇങ്ങനെ പിടച്ച് കളിക്കും കേട്ടോ. നമുക്കത് മീനിനെ ഇങ്ങനെ അവിടെ വെക്കാൻ പറ്റില്ല. ഞാൻ വലിയ പാത്രം വെക്കാണ്ട് ചെറുത് വെച്ച് ഒപ്പിച്ച് വെച്ചാണ് കേട്ടോ. പിന്നെ ഓരോ ഭാഗം മൊരിച്ചെടുക്കണം. ഇത് മീൻ നല്ലോണം മൊരിയണം. കാരണം വെച്ചാൽ ചെറിയ മുള്ളാണ്. കഴിക്കുമ്പോൾ വേഗം പല്ലിലും കവിളിലൊക്കെ കൊള്ളാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. മൊരിച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് എന്നാണ് ഇവർ പറയുന്നത്. എനിക്കറിയില്ല, തിന്നാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയില്ലല്ലോ. ഇവർ അച്ഛനും മക്കളും പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പുഴമീൻ ചെറുതാണ് കഴിക്കാൻ ടേസ്റ്റ്, വലിയ പുഴമീനേക്കാളും ടേസ്റ്റ് അതാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ കേട്ടോ നിവർന്ന് വരും. അതിനിങ്ങനെ നമ്മൾ ചട്ടുകം വെച്ച് അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ വെന്ത് കിട്ടാൻ പാടാണ് കേട്ടോ. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരും. ഇതിപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു എഴുന്നേറ്റ് വരല് കേട്ടോ. ഇങ്ങനെ അനങ്ങും പാത്രത്തിൽ കടന്നിട്ട് മീൻ ജീവനോടെ കടന്ന് കളിക്കും പോലെ കളിക്കൂട്ടോ. ഇതിപ്പോൾ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ചില സമയത്ത് മീനിനെ വെക്കുമ്പോൾ അപ്പാടെ എണിച്ചിങ്ങനെ വളഞ്ഞ് കിടക്കണം. വാലൊക്കെ കണ്ട അങ്ങനെ പൊന്തിരിക്കുന്നുണ്ടോ. നമ്മളെ സാധാ കടൽ മീൻ നമ്മൾ മേടിച്ചിട്ട് പൊരിക്കും പോലെ ഇത് അനങ്ങാണ്ട് കിടക്കില്ല. അച്ചടക്കം തീരെ ഇല്ല കേട്ടോ. കാരണം ജീവ ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവില്ല. ചത്ത മീനാണ്, പക്ഷെ അധികം നേരം ഒന്നും ആയിട്ടില്ല കണ്ടോ. ഇങ്ങനെ എണീച്ചെടുക്കുന്നുണ്ട്. ഞാൻ അതിനെ ചട്ടുകം വെച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കലാണ് കേട്ടോ. അതിങ്ങനെ മീൻ കഴിച്ചവരുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണം. എങ്ങനെയാണ് ടേസ്റ്റും കാര്യങ്ങളും, നിങ്ങൾ ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ മസാല ചേർക്കുന്നുണ്ടോ എന്നൊക്കെ അഭിപ്രായം പറയണം. അത് ഞങ്ങളെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ ഇടണം കേട്ടോ. വേറെ എന്തെങ്കിലും റെക്കമെൻഡേഷൻ വീഡിയോസുകൾ ഉണ്ടെങ്കിൽ പറയണം. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വീഡിയോസുകളാണ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. മീൻ എഴുന്നേറ്റ് വരുന്നുണ്ടോ നിങ്ങൾ കണ്ടോ? മീൻ ചട്ടീൻ്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. അതിങ്ങനെ അമർത്തി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ.
അവരെല്ലാവരും അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. എന്തെങ്കിലും പോരായ്മകൾ എൻ്റെ വീഡിയോസിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. ഞാനത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് പരിഹരിക്കാം. അതായത് നിങ്ങളെല്ലാം അഭിപ്രായങ്ങൾ അറിഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എൻ്റെ വീഡിയോസിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇനി ഞാൻ ചെയ്യാൻ മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അനിത ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പിന്നെ വയനാട്ടിൽ തലപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ താമസിക്കുന്നത്. മാനന്തവാടിക്ക് അടുത്താണ് തലപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലം. തലപ്പുഴ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല, അതുകൊണ്ടാണ് മാനന്തവാടി എന്ന് പറയണത് കേട്ടോ. ഇതിപ്പോൾ സമയമില്ല, രാത്രി ഒരു 10:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ നന്നാക്കിയൊക്കെ വറുത്തു അല്ല കഴിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും 11 മണി. ഞങ്ങൾ കിടക്കുമ്പോൾ ഏകദേശം 11 മണിയൊക്കെ ആവും കേട്ടോ രാത്രി. എല്ലാവരും ആ ഒരു സമയമൊക്കെ ആവും. കുട്ടികൾക്ക് പഠിക്കാണ്ടെങ്കിൽ അതിനേക്കാളും നേരമാവും കേട്ടോ കിടക്കാൻ. കുറേ നേരം എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ സമയമാവും. അന്നേരം മീനൊക്കെ അത് ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് നമ്മളെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്. പുതിയൊരു വീഡിയോയിൽ നാളെ കാണാം.